സബ് ഡിവിഷൻ അനാത്ത, മറ്റൊരു ഡിവിഷനാണ് നാത്തോസ്റ്റൊമാറ്റ. ജോസ് ഇല്ലാത്ത ആളുകളെയാണ് അനാത്ത എന്ന് പറയുന്നത്. ഓക്കെ, ജോസ് ഉള്ള ആളുകളെയാണ് നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അനാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ, അത് നമ്മുടെ സൈക്ലോസ്റ്റൊമാറ്റയാ. നാത്തോസ്റ്റൊമാറ്റയിൽ സൂപ്പർ ക്ലാസ്സുകൾ രണ്ടെണ്ണം ഉണ്ട്, പിസസും ഉണ്ട്, ടെട്രാപോഡയും ഉണ്ട്. ഈ പിസസിലെ കോൺട്രിത്തൈസും ഓസ്റ്റിത്തൈസും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഓസ്റ്റിത്തൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണി ഫിഷസ്, കോൺട്രിത്തൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഫിഷസുകളാണ്. സൈക്ലോസ്റ്റൊമാറ്റയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലെ 4 ക്ലാസ്സുകളെ പറ്റിയാണ്. ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് ആംഫിബിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകളാണ് റെപ്റ്റീലിയ. മൂന്നാമത്തത് എയ്വ്സ്. നാലാമത്തത് മാമൽസ്. ഈ 4 കാറ്റഗറി നമ്മൾ ഇന്ന് പഠിക്കും. അത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് കേട്ടോ. അതുകൊണ്ട് ആനിമൽ കിങ്ഡം ഫിനിഷ് ആവും. എന്നിട്ട് നാളെ നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. സൈക്ലോസ്റ്റൊമാറ്റ പഠിച്ചു, കോൺട്രിത്തൈസ് പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു, ബോണി ഫിഷസ് പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ആംഫിബിയ. ക്ലാസ് ആംഫിബിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ആംഫിബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളെയാണ് ആംഫിബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആംഫിബിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഡുവൽ ലൈഫ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികൾ. ഓക്കെ, amphibians can live in aquatic as well as terrestrial habitats. വെള്ളത്തിൽ, അതിനെയാണ് aquatic എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലും ജീവിക്കാൻ പറ്റും. 2 പെയർ ഓഫ് ലിംസുകളാണുള്ളത്, 2 കൈയും 2 കാലും. കാലുകളെയാണ് നമ്മൾ ലിംസ് എന്ന് പറയുന്നത്. 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്. ഇവരുടെ ശരീരം ഹെഡ് ആൻഡ് ട്രങ്ക് എന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല. ഇവരുടെ ശരീരത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല, ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ബോഡി പാർട്സ്, ഉടലിനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആംഫിബിയൻസിന് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. 2 കൈക്കാലുകളുണ്ട് അല്ലെ, 2 പെയർ ഉണ്ട്, ഒരു 2 കൈയും 2 കാലുകളും അല്ലെ. അത് കാരണം കൊണ്ട് അവരെ ടെട്രാപോഡ എന്ന് പറയാം. കൈകാലുകളുള്ള ജീവികളെയാണ് ടെട്രാപോഡ എന്ന് പറയുന്നത്. ഓക്കെ, ടെട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 4, 2 കൈയും 2 കാലും, ടോട്ടൽ 4 അല്ലെ. ഇനി അടുത്തത്, ഈ തവളക്ക് കുറെ പ്രത്യേകതകളുണ്ട്. തവളയുടെ സ്കിന്ന് ഭയങ്കര മോയിസ്റ്റ് ആണ് അല്ലെ, നനഞ്ഞ പോലെയാണ്, ഒരു വഴുവഴുത്ത സ്കിന്നാണ്. ഇവരുടെ ശരീരത്തിൽ സ്കെയിൽസുകളില്ല. എന്താണ്, ഡ്രൈ സ്കിൻ ആവില്ല, എപ്പോഴും മോയിസ്റ്റ് സ്കിൻ ആയിരിക്കും. പിന്നെ ഐസ് ഹാവ് ഐലിഡ്സ്. നിങ്ങൾ കണ്ണ് കണ്ടോ? കണ്ണ്, ഈ കണ്ണുകൾക്ക് ഐലിഡ് ഉണ്ട്, കണ്ടാ? കൺപോൾ, ഈ ലിഡ് ഉണ്ട്, ഈ ലിഡിനെ ലിഡ് എന്ന് പറയും, ഐലിഡ്. കണ്ണിന്റെ ലിഡ് ഉണ്ട്, ഐലിഡ്. കാണിച്ചു തരാട്ടാ. ഈ കണ്ണിനൊരു കവറിങ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഐലിഡ് എന്ന് പറയുന്നത് കേട്ടാ. പിന്നെ ഇവർക്ക് ചെവി എന്ന് പറയാനൊന്നുമില്ല. ചെവിക്ക് പകരം ടിംബാനം എന്നുള്ളൊരു ഓർഗനാണ് ടിംബാനം. ടിംബാനം ഏതാണെന്നറിയോ? അതാ, ഇതാണ് ഇവരുടെ ടിംബാനം. ചെവിയുടെ പകരം ഇവർക്ക് ടിംബാനം എന്നുള്ളൊരു സ്ട്രക്ചർ ആണുള്ളത്. ഈ ടിംബാനം ആണ് അവരുടെ ചെവിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ ദ ടിംബാനം റെപ്രസെന്റ്സ് ദ ഇയർ. ഇതാണ് ഇവരുടെ ടിംബാനം അല്ലെ, ഇവിടെ ഇതാണ് ഇവരുടെ ടിംബാനം. പിന്നെ ഇവരുടെ അലിമെന്ററി കനാലും യൂറിനറി കനാലും അതേപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമൺ ചാമ്പറിലോട്ടാ. അതിന് പറയുന്ന പേരാണ് ക്ലോയാക്ക. ക്ലോയാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന അന്നനാളം ഇല്ലേ, ഫുഡ് പൈപ്പിലൂടെ പോയിട്ട് പിന്നെ സ്റ്റൊമക്കിൽ പോവും, ഇൻറ്റസ്റ്റൈനിൽ പോവും, പിന്നെ പുറത്തോട്ട് തള്ളും. അപ്പൊ ഭക്ഷണം പോകുന്നതും അതേപോലെ യൂറിൻ പോകുന്നതും അല്ലെങ്കിൽ പിന്നെ ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഇവന്റുകൾ നടക്കുന്നതും എല്ലാം ഒരു ഓപ്പണിങ്ങിൽ കൂടിയാണ്. ഈ ഓപ്പണിങ്ങിന്റെ പേരാണ് ക്ലോയാക്ക. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരുടെ ശരീരത്തിൽ നിന്ന് യൂറിൻ പോണതും ഇവരുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പോണതും അതേപോലെ ഇവർ മുട്ടയിടുന്നതും അല്ലെങ്കിൽ സ്പേംസിനെ റിലീസ് ചെയ്യുന്നതൊക്കെ ഒരൊറ്റ ഓപ്പണിങ്ങിൽ കൂടെയാണ്. ഇതിന് പറയുന്ന പേരാണ് ക്ലോയാക്ക. ക്ലോയാക്ക കണ്ട, ഇതൊരു തവളയാണ്. ഈ തവളയുടെ ക്ലോയാക്ക ഇതാണ്. ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഭക്ഷണം ഇവിടെ എത്തി ഇവരുടെ ദഹനങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഡസ്റ്റൈൻസ് വഴി പുറത്തു പോകുന്നത് ഇതിലൂടെയാണ്. യൂറിനും പുറത്തു പോകുന്നത് ഇതിലൂടെയാണ്. ഇവർ മുട്ടയിടുന്നതും സ്പേംസിനെ റിലീസ് ചെയ്യുന്നതും ഒക്കെ ഇതിലൂടെയാണ്. കണ്ട, ഒരൊറ്റ കോമൺ ചാമ്പറാണ് ഇവർക്കുള്ളത്. അതിന് പറയുന്നതാണ് ക്ലോയാക്ക. പക്ഷെ നമ്മുടെ കേസ് അങ്ങനെയല്ല. നമ്മുടെ യൂറിൻ പുറത്തു പോകുന്നത് വേറൊരു പാത്വേയിലൂടെയാണ്. അതേപോലെ നമ്മുടെ ബോഡിയിലുള്ള ഫീക്കസ് മലം പുറത്തു പോകുന്നത് വേറെ വഴിയിലൂടെയാണ്. അതേപോലെ എന്താണ് സ്പേംസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഗ് റിലീസ് ചെയ്യുന്നതൊക്കെ വേറെ പാത്വേ കൂടെയാണ് അല്ലെ. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. തവളക്ക് എല്ലാത്തിനും ഒരൊറ്റ കോമൺ പാത്വേ ആണുള്ളത്. അതിന് പറയുന്ന പേരാണ് ക്ലോയാക്ക. ക്ലോയാക്ക മനസ്സിലായില്ലേ? ഇനി പിന്നെ ആംഫിബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആംഫിബിയൻസിന് ഗിൽസുകളാണുള്ളത്. ചില ആംഫിബിയൻസിന് ലങ്സുകൾ ഉണ്ടാകും. ചില ആംഫിബിയൻസ് ശ്വാസം എടുക്കുന്നത് സ്കിന്നിലൂടെയാണ്. ഇപ്പൊ നോക്കിയേ, തവളക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തവള എന്ത് ചെയ്യും? ലങ്സിലൂടെ റെസ്പയർ ചെയ്യും. അവർക്ക് ലങ്സ് ഉണ്ട്. ലങ്സ് യൂസ് ചെയ്തിട്ട് അവർ റെസ്പിറേഷൻ നടത്തും. ചില തവളകൾ സ്കിന്നിലൂടെ റെസ്പിറേഷൻ നടത്തും. ഓക്കെ, പല രൂപത്തിൽ ഇവർക്ക് റെസ്പിറേഷൻ നടത്താൻ പറ്റും. ഇനി ഇവരുടെ ഹൃദയത്തിന് 3 അറകളാണുള്ളത്. 2 ഓറിക്കിൾസും 1 വെൻട്രിക്കിളും. 3 അറകളാണ് ആംഫിബിയൻസിന്റെ ഹൃദയത്തിനുള്ളത്. ഇനി ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവികളെയാണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് പൊയ്ക്കിലോതേംസ്. പൊയ്ക്കിലോതേംസ്. ഓക്കെ, ഇനി അടുത്തത് സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും സെപ്പറേറ്റ് ആണ് അല്ലെ. ആൺതവളകൾ വേറെയുണ്ട്, പെൺതവളകൾ വേറെയുണ്ട്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവർ മെച്യൂർഡ് ആയി കഴിഞ്ഞാല് പെൺതവളകൾ വെള്ളത്തിൽ മുട്ടയിട്ട് വെക്കും. കുറച്ച് കഴിഞ്ഞാൽ ആൺതവളകൾ എന്താ ചെയ്യില്ല, ഇവര് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൺതവളകൾ വെള്ളത്തിൽ മുട്ടയിടും. തവളകൾ അവിടെ സ്പേം റിലീസ് ചെയ്യും. ഓക്കെ, ശരീരത്തിന്റെ പുറത്ത് വെള്ളത്തിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് വെള്ളത്തിലല്ലേ. അത് കാരണം കൊണ്ട് നമുക്ക് പറയാം ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. നിങ്ങൾ ഈ പിക്ചറിൽ കണ്ട ഇത് റാണ. നമ്മുടെ തവളയുടെ സയന്റിഫിക് നെയിമാണ് റാണ. റാണ. സലാമണ്ട്ര. സലാമണ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അരണയാണ് അല്ലെ. അരണം. ഈ അരണയും തവളയും ഇവർക്കൊക്കെ വെള്ളത്തിലും അതേപോലെ വെള്ളത്തിലൊക്കെ നീന്താൻ അരണക്ക് പറ്റും. വെള്ളത്തിലും അതേപോലെ തന്നെ കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് ഈ ആംഫിബിയൻസ്. ഓക്കെ, ദേ ആർ ഓവിപാരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിടുന്ന ജീവികളാണ്. അരണയും തവളയൊക്കെ പ്രസവിക്കില്ല. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ്. ഇപ്പൊ തവളയുടെ കേസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റാ. ഇവരുടെ ലാർവനെ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻറ്റിയർലി ഡിഫറെന്റ് ഫ്രം ദി അഡൽറ്റ്. ഇവരുടെ അഡൽറ്റും ലാർവയും എൻറ്റിയർലി ഡിഫറെന്റ് ആണ് അല്ലേ. ഈ തവളപ്പൊട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ മീന് പോലെ ഇരിക്കും. പക്ഷെ തവള എൻറ്റിയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു സംഭവമാണ് അല്ലേ. രണ്ടും ഡിഫറെന്റ് ആണ്. ലാർവൽ സ്റ്റേജും അഡൽട്ട് സ്റ്റേജും ഡിഫറെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. പക്ഷെ നമ്മുടെ ഈ അരണയുടെ കേസിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഒരു അരണക്കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് അരണക്കുട്ടി തന്നെയാണ്. പക്ഷെ തവളപ്പൊട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് അടിക്കും, ഇത് മീനാണോ തവളയാണോ എന്ന്. പക്ഷെ ഇവരുടെ ഒക്കെ കേസിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, ഇവരുടെ കേസിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ രണ്ട് രീതിയിലും ഡെവലപ്മെന്റ് നടക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഇത് കണ്ട ഈ തവളനെ കണ്ട പല ടൈപ്പ് ഓഫ് തവളകളുണ്ട്. തവളകൾ പല വിധത്തിലുണ്ട്. എല്ലാ ടൈപ്പ് തവളകളുടെ ക്ലാസ് ആണ് ആംഫിബിയ. ആംഫിബിയ ആംഫിബിയ ഏത് സൂപ്പർ ക്ലാസ്സിലാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടെട്രാപോഡ. അപ്പൊ ക്ലാസിന്റെ തൊട്ട് മുന്നത്തെ കാറ്റഗറിയാണ് സൂപ്പർ ക്ലാസ്. ഓക്കെ, ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ? ഇതൊരു മരത്തവള അല്ല, ചുറിയൻ തവള പോലെ ഉണ്ട് അല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബുഫോ എന്നാണ്. ബുഫോ ടോഡ്. ബുഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്
ബുഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് നെയിം ആണ്. ടോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നെയിം ആണ്. ഇനി റാണ. ഇതെന്താണ്? ഇത് ഹൈ ഹലോ ഹലോ റാണ. മിസ്. ആ മിസ്, ഈ ആംഫിബിയൻസിന് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവോ? ഡയറക്റ്റ് ഡെവലപ്മെന്റും കാണിക്കും, ഡയറക്റ്റും കാണിക്കും, ഇൻഡയറക്റ്റും കാണിക്കും. തവളകൾ കാണിക്കുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. കൂടുതലും കാണിക്കുന്നത് ഇൻഡയറക്റ്റ് ആണ്. കാരണം ആംഫിബിയൻസിലുള്ള കൂടുതൽ കാറ്റഗറിയും തവളയാ. പക്ഷെ ചില ആളുകളുണ്ട്, ഞാൻ ചില ആൾക്കാരെ പരിചയപ്പെടുത്താം. ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞ അരണ ഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുക. ഓക്കെ. കൂടുതലും കാണിക്കുന്നത് ഇൻഡയറക്റ്റാ. ഇനിയിപ്പോ നീ ഇൻഡയറക്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഇൻഡയറക്റ്റ് ഡയറക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആംഫിബിയൻസിൽ തവള മാത്രമല്ല ഉള്ളത്, വേറെ കുറെ ജീവികളുണ്ട്. നിങ്ങൾ കണ്ട ഈ ഒരു ജീവിനെ ഇത് ആംഫിബിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഇതിന്റെ പേര് ഇച്ച്തിയോഫിസ്. സിസിലിയൻ എന്നൊക്കെ മലയാളത്തിൽ പറയും. സിസിലിയൻ. കണ്ടു കഴിഞ്ഞാൽ പാമ്പ് മാതിരി ഉണ്ട് അല്ലേ? പക്ഷെ ഇത് ശരിക്കും പാമ്പല്ല, അതൊരു ആംഫിബിയൻ ആണ്. ഓക്കെ. ഇതിനെ ലിംബ്ലെസ് ആംഫിബിയ എന്നറിയപ്പെടുന്നത്. ആംഫിബിയൻസിന് പൊതുവെ കൈകാലുകൾ ഉണ്ടാവും, പക്ഷെ കൈകാലുകൾ ഇല്ലാത്ത ഒരു ജീവിയാണ് ഇത്. ഇച്ച്തിയോഫിസ് എന്ന് പറയും. ഇച്ച്തിയോഫിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംബ്ലെസ് ആംഫിബിയ, കൈകാലുകൾ ഇല്ലാത്ത ഒരു ആംഫിബിയൻ ആണ്. ഇത് ചിലപ്പോൾ നിന്റെ എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കും, അറിയാനെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിംബ്ലെസ് ആംഫിബിയ എന്ന് ചോദിക്കും. അപ്പൊ മോൻക്ക് എഴുതാം ഇച്ച്തിയോഫിസ്. നോർമലി ആംഫിബിയൻസിന് ലിംസുകൾ ഉണ്ട്. ലിംബ്ലെസ് ആയിട്ടുള്ള ഒരു ആംഫിബിയന്റെ പേര് ചോദിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാ, ഇച്ച്തിയോഫിസ്. ഓക്കെ. ഇനി അടുത്തത് ഇത് കണ്ടിട്ടുണ്ടോ? ഈ തവള മരത്തവള എന്നറിയപ്പെടുക. മരത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു തവളയാണിത്. ഹൈല എന്ന് പറയും. ഹൈല അല്ലെങ്കിൽ ട്രീ ഫ്രോഗ്, മരത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന തവള. ഓക്കെ. അത്രയേ ഉള്ളൂ അപ്പൊ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. അപ്പൊ കൂടുതലും ഇതിലുള്ളത് എന്താണ്? തവളകളാണ്. പിന്നെ സലാമണ്ട്രകളുണ്ട്, ഇച്ച്തിയോഫിസുകളുണ്ട്. സലാമണ്ട്ര പറഞ്ഞ ആരാണ? ഇച്ച്തിയോഫിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംബ്ലെസ് ആംഫിബിയ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ഹൗ മെനി ചാമ്പേഴ്സ് ആർ ദർ ഇൻ ആൻ ആംഫിബിയൻ ഹാർട്ട്? ഓൾറെഡി ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? 3 ചാമ്പേഴ്സ്. ഓക്കെ. നിങ്ങളുടെ NIOSന്റെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും. ഇനി അടുത്തത്, നെയിം വൺ ടെയിൽലെസ് ആംഫിബിയ. ഏതാ? ഫ്രോഗ്. വാലില്ലാത്ത ഒരു ആംഫിബിയന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, തവളക്ക് വാലില്ലല്ലോ അല്ലേ? ഇപ്പൊ ഈ തവളപ്പൊട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ തവളപ്പൊട്ടന്മാർക്ക് വാലുണ്ട്, പക്ഷെ തവള വലുതായി കഴിഞ്ഞാൽ തവളക്ക് വാലില്ല. അതാണ് നമ്മൾ പറയുന്നത് അവര് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. കാരണം കുട്ടികളെ കണ്ടു കഴിഞ്ഞാല് എൻറ്റയർലി ഡിഫറെന്റ് ആണ് അഡൽറ്റിനെ കാട്ടി അല്ലേ? അഡൽറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ NIOSന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം ആംഫിബിയ? ആംഫിബിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഡുവൽ ലൈഫ് എന്നാണ്. 2 ലൈഫ്. ഇവർക്ക് അക്വാട്ടിക് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, ടെറസ്ട്രിയലിലും ജീവിക്കാൻ പറ്റും. ഓക്കെ. അത് കാരണം കൊണ്ട് ആംഫിബിയൻസ് ആർ കോൾഡ് ആംഫിബിയൻ. ദ വേർഡ് ആംഫിബിയ മീൻസ് ഡുവൽ ലൈഫ്, 2 ജീവിതം. ഓക്കെ. ഇനി അടുത്ത ക്ലാസ് ആണ് റെപ്റ്റീലിയ. നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ കാറ്റഗറിയാണ് ആംഫിബിയ, രണ്ടാമത്തെ കാറ്റഗറിയാണ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴഞ്ഞു ജീവിക്കുന്ന ജീവികളെയാണ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പിടികിട്ടിയിട്ടുണ്ടാവും ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നൊക്കെ. ഓക്കെ. ആരൊക്കെയാ നിങ്ങൾ പറ? ഇഴഞ്ഞു ജീവിക്കുന്നത് ആരൊക്കെയാ? പാമ്പുകളുണ്ട്, ലിസാർഡ്, ക്രൊക്കഡൈൽ, ആമ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ പലവിധം ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ റെപ്റ്റീലിയയിലുണ്ട്. ക്രൗളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൂവ്മെന്റ് ക്രൗളിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴഞ്ഞു ജീവിക്കുകയാണ്. മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആനിമൽസ് ആണ്. കൂടുതലും ഇവരെ കാണുന്നത് കരയിലാണ്.
ആൻഡ് ദെയർ ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ. ഇവരുടെ സ്കിന്ന് കൂടുതലും ഡ്രൈ സ്കിൻ ആയിരിക്കും, മാത്രമല്ല നല്ല മൂർച്ചമേറിയ സ്കിൻ ആയിരിക്കും, എന്താ പറയുക, മുള്ളുകൾ നിറഞ്ഞ സ്കിൻ ആയിരിക്കും. അതിനെയാണ് കോർണിഫൈഡ് സ്കിൻ എന്ന് പറയുന്നത്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡെർമൽ സ്കെയിൽസുകളും സ്ക്യൂട്സുകളും ഉണ്ട്. കണ്ട, തൊലിയുടെ തൊലിപ്പുറത്ത് എന്താണ്, സ്കെയിൽസുകളും സ്ക്യൂട്സുകളും ഉണ്ട്. സ്ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലേ, ഈ ഹാർഡ് ആയിട്ടുള്ള ഈ സാധനം, അതിനെയാണ് സ്ക്യൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ നമ്മൾ മീനിന്റെ പുറത്ത് ഇപ്പൊ തൊലിപ്പുറം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റുന്ന സ്കെയിൽസുകള്, ചൊറിഞ്ഞാ പറഞ്ഞു വരുന്ന പോലെ സ്കെയിൽസുകൾ, അതിനെയാണ് സ്കെയിൽസ് എന്ന് പറയുക. സ്ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ. പിന്നെ ഇവർക്ക് ചെവിയൊന്നുമില്ല, എന്താ പറയാ, നമ്മളെ മാതിരി വലിയ എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഇവരുടെ ശരീരത്തിൽ ഇവർക്ക് ചെവിക്ക് പകരം മറ്റൊരു സ്ട്രക്ചർ ആണുള്ളത്. കണ്ട, ഇപ്പൊ തവളകൾക്കും റെപ്റ്റൈൽസുകൾക്കും ഇയേഴ്സ് ഇല്ല, പകരം അവർക്കുള്ളത് ഹിയറിങ്ങിന് ടിംബാനം എന്നിട്ടുള്ള ഓർഗനാണ്. ടിംബാനം. കണ്ട, ഈ ഒരു ഭാഗത്തിനെയാണ് ടിംബാനം എന്ന് പറയുന്നത്. ഈ ടിംബാനം ആണ് അവരുടെ ശരീരത്തിൽ ഈ വൈബ്രേഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ഭാഗം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് ടിംബാനം എന്നുള്ള ഒരു ഓർഗനാണ്. കണ്ണുണ്ട്, കണ്ട, മൂക്കുണ്ട്, മൂക്കിനാണ് ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. മൂക്ക് മണക്കണത് ഓൾഫാക്ഷൻ. ഇനി ഹാർട്ട് ഈസ് യൂഷ്വലി 3 ചാമ്പേർഡ്. അപ്പോൾ ഇവരുടെ ഹൃദയം നോർമലി 3 ചാമ്പർ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ക്രൊക്കോഡൈലിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്രൊക്കോഡൈലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ക്രൊക്കോഡൈലിന്റെ ഹാർട്ടിന് യെസ്, നോർമലി റെപ്റ്റൈൽസുകൾക്കുള്ളത്, ബാക്കിയുള്ള റെപ്റ്റൈൽസുകൾക്കൊക്കെ 3 ചാമ്പേർഡ് ഹാർട്ടാണ്. പക്ഷെ നമ്മുടെ ക്രൊക്കോഡൈൽസ് മനുഷ്യന്മാരെ പോലെയാ. മനുഷ്യന്മാരുടെ ഹൃദയം ക്രൊക്കോഡൈലിന്റെ ഹൃദയം നല്ല സാമ്യമുണ്ട്. 4 ചാമ്പേർഡ് ഹാർട്ടാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ നേരത്തെ മിസ് കാണിച്ചു തന്നതാ, ഇത് ക്രൊക്കോഡൈല്, ഇത് അല്ലിഗേറ്റർ. ക്രൊക്കോഡൈല് പോലെ, ക്രൊക്കോഡൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലയാണ്, മുതല. ഇതും അല്ലിഗേറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുതല മാതിരി തോന്നും അല്ലേ? അല്ലിഗേറ്റർ എന്ന് പറഞ്ഞ മലയാളം എന്തതിന് പറയാ? അതന്നെ, ചീങ്കണ്ണി. ഇവര് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നല്ല ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. ഇതാരാ കിടക്കുന്നത്? ഇതാരാ? ഈ കിടക്കുന്നത് ആരാ? അതെങ്ങനെ മുതലേന്ന് മനസ്സിലായി? മറ്റൊരു താഴത്ത് കുറച്ച് വലുപ്പമുണ്ടാവും, പിന്നെ കണ്ണകല്ലെടുത്താവും. കറക്റ്റ്. പിന്നെ ഇവരുടെ പല്ല് കണ്ട, അടിയത്തെ പല്ലും മുകളിലത്തെ പല്ലും പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അത് മുതലയായിരിക്കും. ഓക്കെ. ഇവരുടെ ചുണ്ട് ഒന്നും കൂടി യു ഷേപ്പ്ഡ് ആയിരിക്കും മുതലയുടെ, മറ്റേതൊന്നും കൂടി വി ഷേപ്പ്ഡ് ആയിരിക്കും. വ്യത്യാസമുണ്ട്. രണ്ട് സ്പീഷീസ് ആണ് കേട്ടാ. ഓക്കെ, കറക്റ്റ്. റെപ്റ്റൈൽസ് ആർ പൊയ്ക്കിലോത്തോംസ്. പൊയ്ക്കിലോത്തോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ബ്ലഡഡ് ആണ്. ഇവർക്ക് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ പൊയ്ക്കിലോത്തോംസ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അതവിടെ നിന്നോട്ടെ. ഇനി പറയുകയാണെങ്കിൽ ബാക്കിയുള്ളത് നമ്മുടെ സ്കിന്നിൽ, സ്നേക്ക് ഇല്ലേ, ഈ സ്നേക്കും എന്താണ്, റെപ്റ്റൈൽസിൽ വരുന്ന ആൾക്കാണ്. അതേപോലെ ലിസാർഡും എന്താണ്, ലിസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പല്ലി എന്താണ്, റെപ്റ്റൈലാണ്. അതേപോലെ പല്ലി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ലിസാർഡ് എന്ന് പറയുന്നത്. ഈ പല്ലിക്കും സ്നേക്സിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇവർക്ക് ഇവരുടെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സ്കിന്ന് കാസ്റ്റ് ചെയ്യുക, ഒറയൂരുക നമ്മൾ പറയില്ലേ, പാമ്പിന്റെ ഒറ എന്ന് പറയില്ലേ, അത് അവർക്ക് അവരുടെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സ്കിന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് മോൾഡ് ചെയ്യും. അതിന് നമ്മൾ സ്കിൻ കാസ്റ്റ് എന്നാ പറയുക, സ്കിൻ കാസ്റ്റ്. ഓക്കെ. അവർക്ക് അവരുടെ സ്കെയിൽസുകൾ ഷെഡ് ചെയ്യാൻ പറ്റും. അത് ഈ കാസ്റ്റിന് പറയുന്ന പേരാണ് നമ്മൾ സ്കിൻ കാസ്റ്റ്. പിന്നെ ആണും പെണ്ണും ഉണ്ടല്ലോ അല്ലെ, പാമ്പുകളിലാണെങ്കിലും റെപ്റ്റൈൽസുകളിൽ ആണും പെണ്ണും ഉണ്ട്. സെക്സസ് ആർ സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആണും പെണ്ണും മെയ്റ്റ് ചെയ്തിട്ട് ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അത് കാരണം കൊണ്ട് നമുക്ക് ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ എന്ന് പറയാം. ഓക്കെ. ദേ ആർ ഓവിപാരസ്. ഓവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്ന ജീവികളാണ്. ഈ ഏതെങ്കിലും പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയോ? ഇല്ല.
ആ ഓക്കെ. ഈ അണലി പ്രസവിക്കുമെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് റിയാനെ? കേട്ടിട്ടുണ്ട്. ആ ശരിക്കും ശരിക്കും നമുക്ക് ചില പറയും പ്രസവിക്കുന്ന പാമ്പേതാന്നൊക്കെ ചിലപ്പോ എവിടെയെങ്കിലൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ ആൻസർ അണലി എന്നൊക്കെ പറയും. ആ ശരിക്കും അണലി മുട്ടയിടുകയാണ് ചെയ്യുക. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അണലിയുടെ മുട്ടയില്ലേ അവരുടെ ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ട് വിരിയും. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു മുട്ടയാണ് ഇടുന്നത്. പക്ഷെ ഇവരുടെ മുട്ട ചില മുട്ടകള് ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ വിരിയും. എന്നിട്ട് പുറത്തോട്ട് വരികയാണ്. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും എന്താണ് ഈ അണലി പ്രസവിക്കുകയെന്ന്. ശരിക്കും റെപ്റ്റൈൽസ് ആരും പ്രസവിക്കില്ല. എല്ലാവരും മുട്ടയിടുന്ന ജീവികളാണ്. പാമ്പ് എല്ലാവരും മുട്ടയിടുക. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ചില കുട്ടികൾ ഇങ്ങനെ പറയും, അണലി മിസ്സെ പ്രസവിക്കല്ലേ ചോദിക്കും ചില കുട്ടികളെ. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, അണലിയുടെ ശരീരത്തിൽ അണലി വെച്ചിട്ട് തന്നെ ഷെല്ലൊക്കെ പുറത്ത് കളയോ? അവരത് എക്സ്പെൽ ചെയ്ത് കളയും. ഈ ബാക്കിയുള്ള മുട്ടയിടുന്നതിന്റെ ഇടയിലേ ചില മുട്ടകൾ ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ വിരിയും. എന്നിട്ട് അത് അവര് ആ മുട്ട പുറത്ത് പോകുന്ന ആ ഗ്യാപ്പിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, ഇവര് ഈ ഷെല്ല് എക്സ്പെൽ ചെയ്ത് കളയും. ഓക്കെ. അങ്ങനെ സംഭവിക്കാറുണ്ട് ചില കേസുകളിൽ. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ അണലി പ്രസവിക്കുക എന്ന് പറയുന്നത് കേട്ടാ, വേറെ ഒന്നുമല്ല. ഇനി ചില എക്സാമ്പിൾസ് കണ്ട. ഇതേതാ? ഇതെന്താ ജീവി? ടോർട്ടോയ്സ്. ടോർട്ടോയ്സ്. ആമ. ആമയിൽ തന്നെ പല ആമകളുണ്ട്. ഇത് നമ്മുടെ കടലാമയാണ്. ഓക്കെ. കടലാമ. കടലാമക്ക് നമ്മൾ ടർട്ടിൽ എന്നാ പറയാ. ടർട്ടിൽ. നമ്മൾ സാധാരണ കാണുന്ന ആമ കരയാമയാണ്. കണ്ട, കരയാമ. കരയാമ ടോർട്ടോയ്സ് ആണ്. ടർട്ടിൽ എന്ന് പറഞ്ഞാൽ കടലാമ. ടോർട്ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയാമ. മോന് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കാരണം കൊണ്ട് ഈ സയന്റിഫിക് നെയിം ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. കീലോൺ, ടർട്ടിൽ, ടെസ്റ്റ്യൂഡോ, ടോർട്ടോയ്സ്. ടൊർട്ടോ എന്ന് പറയും. ഓക്കെ. ഈ ആമനൊക്കെ ശരിക്കും കരയില ജീവിക്കും. ഇതിനൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇവര് കടലിലാണ്. ഇവർക്ക് നല്ല നീന്താനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവര് നീന്തും. പക്ഷെ ഇവരുടെ ഈ ഫോർ ലിംസ് ഒന്നും കൂടി നീളം കൂടിയതാവും. കുറച്ചും കൂടി വിങ്സ് ടൈപ്പ് ആവും കേട്ടാ. ഇവർക്ക് നീന്താൻ നല്ല പ്രോപ്പർട്ടി ഉണ്ടാവും. ഇവര് കൂടുതൽ സമയം കടലിലാണ് ഉണ്ടാവും. ഇതാരാള്? ഇയാള് അതെ, കെമലിയോൺ. കെമലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓന്തില്ലേ? മരത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന ഓന്തിനെയാണ് കെമലിയോൺ എന്ന് പറയുക. ഓക്കെ. മരത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന ഓന്തിനെയാണ് കെമലിയോൺ. ഇവർക്ക് കളർ മാറാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ഇവർക്ക് കളർ മാറാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. അതിന് നമ്മൾ കെയ്മോഫ്ലേഷ് എന്നൊക്കെ പറയും. അത് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. കെമലിയോണിന് അവരുടെ ബാക്കിയുള്ള പ്രിഡേറ്റേഴ്സ് അവരെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് കളർ മാറാൻ പറ്റും. ഓക്കെ. ഒരു എസ്കേപ്പിസം ആണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു എസ്കേപ്പിസം നമ്മുടെ കെമലിയോൺ കാണിക്കാറുണ്ട്. ഓക്കെ. ഇത് കണ്ട. ഇപ്പോ ഇത് മോന്താണ്, ഇത് മോന്താണ്. ഇത് ട്രീ ലിസാർഡ് ആണ്. ഏറ്റവും ടോപ്പിൽ ആ മരത്തിന്റെ മുകളിലാണ് കാണുന്നത്. ഇത് ആരറിയോ? യെസ്, ഗാർഡൻ ലിസാർഡ് അല്ലേ? നമ്മുടെ വീടുകളുടെ പരിസരത്തൊക്കെ കാണുന്നത് ഇതിനെയാണ്, ഗാർഡൻ ലിസാർഡ്. നെൽത്ത് കൂടൊക്കെ പോണത്, പൂന്തോട്ടത്തിലൊക്കെ കാണുന്ന, നമ്മുടെ ചുറ്റുവട്ടത്തും പറമ്പിലൊക്കെ കാണുന്ന ലിസാർഡ് ഗാർഡൻ ലിസാർഡാണ്. ഓക്കെ. ഇത് മരത്തിന്റെ മുകളിൽ കാണുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ഹലോ പോയാ? ഓക്കെ. ഇതാരാ? കലോട്ടിസിനും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ക്യാമോഫ്ലേജ് പറ്റും. രണ്ടാൾക്കും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. കലോട്ടിസും കെമലിയോണും കളർ ചേഞ്ച് ആവും. ചില തവളകൾക്കും കളർ ചേഞ്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതിന് നമ്മൾ മിമിക്രി എന്ന് പറയും. മിമിക്രി. ആംഫിബിയൻസിന് തവളകൾക്കും എന്തുണ്ട്, കളർ മാറാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. ചില മരത്തിന്റെ മുകളിൽ തവള ഇരിക്കുന്നുണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. അവർ മരത്തിന്റെ അതേ സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കളർ മാറാൻ പറ്റും. ഇതിനും മാറാൻ പറ്റും, ഇതിനും മാറാൻ പറ്റും. രണ്ടും ഒന്നാ. ഓക്കെ. ഇനി ഇതാണ് ആര്? നമ്മുടെ വാൾ ലിസാർഡ്. പല്ലി അല്ലെ? ഹെമിഡാക്ടൈലൈസ് എന്നൊക്കെ പറയും.
സയന്റിഫിക് നെയിം. നമ്മുടെ സാദാ പല്ലി. അപ്പം ഇഴഞ്ഞു ജീവിക്കുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ആളുകളൊക്കെ. കൺഫ്യൂഷൻസ് ഉണ്ടോ? ഞാൻ NIOS മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരോട് സയന്റിഫിക് നെയിം പഠിക്കണ്ടെന്ന് പറയും. നിങ്ങൾ ഒരു കോമൺ നെയിംസ് പഠിച്ചു വെച്ചാൽ മതി. നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സയന്റിഫിക് നെയിം ഒന്ന് പഠിച്ചു വെക്കണ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പഠിച്ചേ പറ്റൂ. നീറ്റിന് സയന്റിഫിക് നെയിം പഠിച്ചേ പറ്റൂ. റിയാനെ നീ പഠിച്ചേ പറ്റൂ. വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഇത്രയും എക്സാമ്പിൾസ്. ഇപ്പൊ ജസ്റ്റ് റെപ്റ്റൈൽസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഇഴഞ്ഞു ജീവിക്കുന്നതാണ്. ആരൊക്കെയാണ് ഇപ്പൊ ഇതിലുള്ളത് നന്നായി അറിയുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടാ. ഇനി നമ്മുടെ ഇന്ത്യയില് ഒരുപാട് ടൈപ്പ് ഓഫ് പാമ്പുകളുണ്ട്. ഇതിൽ 4 പാമ്പുകളാണ് വിഷപ്പാമ്പുകളായിട്ട് അറിയപ്പെടുന്നത്. ഏതാണെന്നറിയോ? യെസ്. ഒന്ന് ഇളര, കോബ്ര. കോബ്ര. കോബ്ര എന്താ പറയാ? കോബ്ര, നാഗ കോബ്ര. ഓക്കെ, നാഗ. നാഗ സയന്റിഫിക് നെയിം ആണ്, മറ്റേത് കോമൺ നെയിം ആണ്. ഇനി അടുത്തതാരാ? വേറെ ആർക്കാ വിഷമുള്ളത്? അണലിക്ക് വിഷമുണ്ടോ? യെസ്, വൈപ്പർ. യെസ്, അണലി, വൈപ്പർ അല്ലെ? ഇതാണ് അണലി, വൈപ്പർ. വൈപ്പർ നല്ല വിഷമുള്ള പാമ്പാ. നിങ്ങൾക്കറിയോ കോബ്രനെക്കാട്ടി വിഷം അണലിക്ക. അത്രയും പോയിസണസാ രണ്ടും. ഇനി ഒരാളും കൂടി ഉണ്ട്, ആരാന്നറിയോ? ഹലോ. അതെ അതെ അതെ, ഇതാരാ സാധനം? ക്രേറ്റ്. നമ്മൾ വട്ടക്കൂറ, വെള്ളിക്കെട്ടൻ, ശംഖുവര എന്നൊക്കെ പറയും. അതാണിത്, ഈ സാധനം. ഭയങ്കര പോയിസണസാ. ഇതില്ലേ, ഇതിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഇത് രാത്രി അത് കൂടുതലും സജീവമായിട്ട് ഇറങ്ങുക. ഒരു കാരണം സാധാരണ പൊതുവെ പാമ്പുകൾ നമ്മൾ അങ്ങണ്ട് അറ്റാക്ക് ചെയ്താൽ അങ്ങണ്ട് കൊത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഈ വെള്ളിക്കെട്ടൻ വെറുതെ വന്ന് കൊത്തുന്ന ഒരു ടൈപ്പാ. ഇപ്പൊ നമ്മൾ ഉറങ്ങിക്കെടുക്കാന്ന് വിചാരിച്ചോ. ഈ ഉറങ്ങിക്കെടുക്കുമ്പോഴാണ് നമ്മൾ ഈ രാത്രി കാലങ്ങളിലാണ് ഇത് വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുക. ഇത് കടിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ശരീരം മൊത്തം പാരലൈസ്ഡ് ആവും. നമ്മൾ കണ്ടു കഴിഞ്ഞാല് അടുത്തുള്ള ആൾക്ക് മനസ്സിലാവില്ല നമുക്ക് പാമ്പ് കടിച്ചെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ കിടന്ന് ഉറങ്ങുകയെന്നേ തോന്നുള്ളൂ. കാരണം ഫേഷ്യൽ പാരാലിസിസ് ഒക്കെ സംഭവിക്കും. ഇവര് റിലീസ് ചെയ്യുന്ന ടോക്സിൻ ന്യൂറോടോക്സിനാ. കാരണം ന്യൂറോടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഡയറക്റ്റ് അത് ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ന്യൂറോടോക്സിൻ എന്ന് പറഞ്ഞാല്. ന്യൂറോൺസിനെ കൊല്ലുന്ന ആളാ. പക്ഷെ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഹീമോടോക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ആണ് കട്ട പിടിക്കുക. ഓക്കെ, അപ്പോ വെള്ളിക്കട്ട കടിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് വേഗം ബോഡി മൊത്തം പാരലൈസ്ഡ് ആവും. കാരണം ന്യൂറോൺസുകളെയാണ് ഈ ടോക്സിൻസ് കൊല്ലുക. പക്ഷെ ഇവര് ഹീമോടോക്സിൻസാ റിലീസ് ചെയ്യുക. ബ്ലഡ് കട്ട പിടിക്കും. അപ്പോ അണലിയും കോബ്ര ഒക്കെ കടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രക്ഷപ്പെട്ടൊക്കെ കുറച്ചൊക്കെ വരാം. പക്ഷെ വെള്ളിക്കെട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരലൈസ്ഡ് ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. കാരണം ഇവര് ന്യൂറോൺസിനെ അറ്റാക്ക് ചെയ്യുക, ഇവര് ബ്ലഡിനെ അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അതാണ് രണ്ട് വ്യത്യാസം. എല്ലാം പ്രശ്നമാണ്. സമയത്തിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഡെഡ്ലി പോയിസണസ് സ്നേക്സ് ആണ് ഈ 3 ആൾക്കാർ കേട്ടാ. പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ അണലി വിഭാഗത്തിൽപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ആളാണ്. അയാളുടെ പേര് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും. സോസ്കെയിൽഡ് വൈപ്പർ അത് വേറൊരു ടൈപ്പ് ഓഫ് വൈപ്പർ ആണ്. അണലിയിൽ തന്നെ വേറെ ആളാണ്. ഓക്കെ, മനസ്സിലായ? നാഗ, ബംഗാറസ്, വൈപ്പറ. കോബ്ര ക്രേറ്റ് ആണ് വെള്ളിക്കെട്ടൻ. വൈപ്പർ അണലി. കോബ്ര മൂർക്കൻ പാമ്പ്. ഓക്കെ, ഇപ്പൊ ഈ രാജവമ്പാലൊക്കെ മൂർക്കൻ പാമ്പിൽ പെട്ട ആളാണ് കേട്ടാ. ഈ മൂർക്കൻ പാമ്പിന്റെ വലിയൊരു ഫോമാണ് രാജവമ്പാല. ഒക്കെ കോബ്രയിൽ പെട്ട. എന്താ മോനെ? ഹലോ. ശരിക്ക് ഈ മറ്റേ കിങ് കോബ്ര അല്ലല്ലോ. കിങ് കോബ്രയാണ് രാജവമ്പാല. ഇത് ഇന്ത്യൻ കോബ്രയാ. ഇന്ത്യൻ കോബ്ര. കോബ്രയിൽ തന്നെ പല വിധങ്ങളുണ്ട്. ഇന്ത്യൻ കോബ്ര ഉണ്ട്, പിന്നെ കിങ് കോബ്ര ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പുകളുണ്ട്. ഓക്കെ, ഇത് ഇന്ത്യയിൽ കൂടുതലുള്ള സ്പീഷീസ് ആണിത്. ഓക്കെ, ഇനി ഇതിലും പോയിസണസ് ആയിട്ടുള്ള വേറെ സാധനം ഉണ്ട്. ഏതാണെന്നറിയോ? കടൽ പാമ്പ് എന്ന് പറയും. കടലിൽ കാണപ്പെടുന്ന പാമ്പ്.
നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യണില്ല, അത് ഭയങ്കര പോയിസണസ് ആ. യെസ്. ഓക്കെ. കടലിൽ കാണപ്പെടുന്ന പാമ്പ്, അതേപോലെ ഡെസേർട്ട് സ്നേക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര പ്രശ്നക്കാരനാ. ഡെസേർട്ടിൽ കാണപ്പെടുന്ന വൈപ്പേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ഞാനിത് ഇന്ത്യൻ വെറൈറ്റീസ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ NUS ഇത്രയേ ഉള്ളൂ കേട്ടാ. NUS നീറ്റിനൊക്കെ ഈ 3 പാമ്പിന്റെ പേരെ പഠിക്കേണ്ടി വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. യെസ്. ഇനി മൂന്നാമത്തെ ടെട്രാപോഡയിലുള്ള കാറ്റഗറിയാണ് എയ്വ്സ്. എയ്വ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾക്കാണ് എയ്വ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷികളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവർക്കൊക്കെ 2 കൈയും 2 കാലും ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഇതില്ല, പാമ്പ് ലിംബ്ലെസ് ആണ്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കൈകളും കാലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഫോർലിംബ് ഇല്ലേ, ഫോർലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൈകൾ, അത് മോഡിഫൈ ചെയ്തിട്ടാണ് ചിറകുകളായിട്ട് മാറിയിട്ടുള്ളത്. നിങ്ങൾ കണ്ട പക്ഷികൾക്കൊക്കെ 2 കാലാണുള്ളത്. അപ്പൊ കൈ എവിടെ? ഇവരുടെ കൈയാണ് ചിറകുകളായിട്ട് മാറിയിട്ടുള്ളത്. കൈകൾക്ക് നമ്മൾ ഫോർലിംബ് എന്നാ പറയും. ഫോർലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൈകൾ. ഇവരുടെ മുൻകൈകൾ മോഡിഫൈ ചെയ്തിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്? വിങ്സുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇവർക്ക് ബീക്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചുണ്ടുണ്ട്. ഹൈൻഡ് ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻകാലുകൾ. ഈ പിൻകാലുകളിൽ എന്തുണ്ട്? സ്കെയിൽസുകളുണ്ട്. ഈ പിൻകാലുകളാണ് അവര് വാക്കിങ്ങിനും സ്വിമ്മിങ്ങിനും അതേപോലെ ക്ലാസ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പറ്റി പിടിച്ചു നിൽക്കാൻ. ഈ മരത്തിന്റെ മുകളിലൊക്കെ ഇവർക്ക് പറ്റി പിടിച്ചു നിൽക്കുന്നതിനെയാണ് ക്ലാസ്പിംഗ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇവരെ സഹായിക്കുന്നത് ഇവരുടെ ഹൈൻഡ് ലിംസുകളാണ്. ഓക്കെ, സോ ഇവർക്ക് ഫോർ ലിംസ് ഇല്ല, പകരം ഫോർ ലിംസ് മോഡിഫൈ ചെയ്തിട്ട് ചിറകുകളായിട്ടുണ്ട്. പിന്നെ ഹൈൻഡ് ലിംസ് ഉണ്ട്. ഹൈൻഡ് ലിംസ് യൂസ് ചെയ്തിട്ടാണ് ഇവര് നടക്കുന്നതും ഓടുന്നതും സ്വിം ചെയ്യുന്നതും ക്ലാസ്പിംഗ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ശരീരം എന്താണ്? ഭയങ്കര സ്കിൻ ഡ്രൈ ആണ്. പിന്നെന്താണ്, ഇപ്പൊ നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ കുറച്ചു നേരം ഒരു ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഓയിൽസ് സെക്രീറ്റ് ചെയ്യും അല്ലെ? മുഖം കുറെ നേരം കഴുകാണ്ടിരുന്നു കഴിഞ്ഞാല് ബോഡിയിൽ ഇങ്ങനെ ഓയിൽസ് സെക്രീറ്റ് ചെയ്യും, സെബം സെക്രീറ്റ് ആവും. പക്ഷെ ഈ പക്ഷികളുടെ കേസിൽ അങ്ങനെയല്ല. ഇവരുടെ ശരീരത്തിൽ ഓയിൽ ഗ്ലാൻഡ്സേ ഇല്ല. സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, വിത്തൗട്ട് എനി ഓയിൽ ഗ്ലാൻഡ്. ഓക്കെ, പക്ഷെ ഇവരുടെ ഈ വാലിന്റെ ഭാഗത്തില്ലേ, ഈ വാലിന്റെ ഭാഗത്ത് അവർക്ക് ചെറിയൊരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. അവിടെ ചെറിയൊരു സെക്രീഷൻ ഉണ്ട്. പക്ഷെ സ്കിന്നിൽ കംപ്ലീറ്റ് എന്താണ്? ഒരു ഗ്ലാൻഡും ഇല്ല. അത് കാരണം കൊണ്ട് ഇവരുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടാണ് പറക്കാൻ പറ്റുന്നത് എന്നറിയോ? ഇവരുടെ എല്ലിനൊരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ ബോൺസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓട്ടകൾ നിറഞ്ഞ ബോൺസാ. ഇതിപ്പോ ഒരു പക്ഷിയുടെ ബോണാണ്. ഈ ബോണിന്റെ അകത്ത് നിറയെ സ്പേസുകൾ ഉണ്ട് അല്ലെ, ഓട്ടകളുണ്ട്. നമുക്ക് പറയാം ദ എൻഡോസ്കെലട്ടൺ ഈസ് ഫുള്ളി ഓസിഫൈഡ് എന്ന് പറയും. ഓസിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ, മീൻസ് ഫുള്ള് എയർ കയറും ഇതിന്റെ അകത്ത്. ലൈറ്റ് ബോൺസ് ആണ്. ഇവരുടെ ബോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എയറിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എയർ കയറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ വെയിറ്റ്ലെസ് ആവും. എന്നിട്ട് ഇവർക്ക് പറക്കാൻ പറ്റും. നോർമലി കട്ടിയുള്ള മനുഷ്യന്മാരെ പോലത്തെ ബോൺ ആണെങ്കിൽ ഒരിക്കലും പക്ഷികൾക്ക് പറക്കാൻ പറ്റില്ല. ഇവരുടെ ബോൺസുകൾക്കൊക്കെ എയർ കാവിറ്റീസ് ഉണ്ട്. ഈ എയർ കാവിറ്റീസ് ഉള്ള ലോങ് ബോൺസുകൾ ഉള്ളത് കാരണം കൊണ്ട് നമുക്കതിന് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയാം. ന്യൂമാറ്റിക് ബോൺസ്. ഓക്കെ, ഈ ന്യൂമാറ്റിക് ബോൺസ് ഉള്ളത് കാരണം കൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നത്. പിന്നെ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ക്രോപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ചാമ്പർ ഉണ്ട്. പിന്നെ അതേപോലെ ഗിസാർഡ് എന്ന് പറഞ്ഞൊരു ചാമ്പർ ഉണ്ട്. ക്രോപ്പും ഗിസാർഡും. അപ്പൊ ഇവരുടെ ഭക്ഷണം, ഇവരുടെ ഫുഡ് പൈപ്പ്, അന്നനാളം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ക്രോപ്പ്. ഇവരുടെ ഈ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഗിസാർഡ്. അപ്പോ ഇവർക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് ഇവർ വ്യത്യാസപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാല് ഇവരുടെ ബോൺസുകൾ ന്യൂമാറ്റിക് ബോൺസ് ആണ്. എൻഡോസ്കെലട്ടൺ ഈസ് ഫുള്ളി ഓസിഫൈഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പുകൾ ഉണ്ട്. പിന്നെ ക്രോപ്പ് ഉണ്ട്, ഗിസാർഡ് ഉണ്ട് ഡൈജഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ഇവരെ വ്യത്യാസപ്പെടുത്തും. പിന്നെ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ബേർഡ്സുകൾ. ഇവർ 4 ചേമ്പേർഡ് ഹാർട്ട് ആണുള്ളത്. ഓക്കെ, ഇപ്പൊ ക്രൊക്കഡൈലിനും
ബേർഡ്സുകൾക്കും മാമൽസുകൾക്കും എന്താണ് 4 ചാമ്പേർഡ് ഹാർട്ട് ഉള്ളത്. ഇവര് ഹോമിയോതെർമിക് ആണ്, അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഇവരുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബോഡി ടെമ്പറേച്ചർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള വെതറിനനുസരിച്ചിട്ട് ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആനിമൽസിനെയാണ് വാം ബ്ലഡഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഹിമാലയത്തിലോട്ട് പോയി, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റഡ് ആവും. അല്ലാണ്ട് നമ്മൾ ഒരു വേറെ ഏതെങ്കിലും ഒരു ജീവനെടുത്തിട്ട്, അല്ലെങ്കിൽ ഏത് ഫോർ എക്സാമ്പിൾ ഒരു തവളനെ എടുത്തിട്ട് ഒരു ഹിമാലയത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ തവളക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് ആനിമൽസിന് ഈ എൻവിയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ മനുഷ്യന്മാർക്കും ബേർഡ്സുകൾക്കൊക്കെ എന്താ പ്രശ്നം, എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റഡ് ആകും. ഓക്കെ, അത് കാരണം കൊണ്ട് നമുക്ക് നമ്മളൊക്കെ വാം ബ്ലഡഡ് ആനിമൽസ് ആണെന്ന് പറയും. ബേർഡ്സുകളും മനുഷ്യന്മാരും മാമൽസുകളൊക്കെ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പദമാണ് ഹോമിയോതെർമിക്. ഓക്കെ, ഇനി ഇതിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരറ്റ്, പാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീകോക്ക്. പാരറ്റിന്റെ സയന്റിഫിക് നെയിമാണ് സിറ്റാക്കുല. ഒന്നുമില്ലടാ, നിങ്ങളോട് NAOS ഓറിയന്റഡ് പഠിക്കുകയാണെങ്കിൽ എയ്വ്സിന്റെ 2 എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ബേർഡ്സിന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, എയ്വ്സ് ബേർഡ്സ് ആണെന്ന് അറിയാൻ പറ്റണം. എയ്വ്സ് എന്നുള്ള ക്ലാസ് ബേർഡ്സിന്റെ കാറ്റഗറിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് 2 പേര് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, NAOS ഒരിക്കലും അവരിങ്ങനെ ഭയങ്കര ടൈറ്റ് ആക്കില്ല. സിറ്റാക്കുല, പാവോ. ഇനി നീറ്റ് ഓറിയന്റഡ് ആണെങ്കിൽ സിറ്റാക്കുല, പാവോ എന്നൊക്കെ പഠിക്കുക പേരുകൾ. ഇനി റെസ്പിറേഷൻ, മനുഷ്യന്മാരെ പോലെ ഇവർക്ക് ലങ്സുകൾ ഉണ്ട്. ലങ്സ്. പിന്നെ ഇവരുടെ ഈ ലങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് എയർ സാക്ക് ഉണ്ട് ഇവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരു ബൾബ് പോലത്തെ കുറച്ച് സ്ട്രക്ചറാണ് എയർ സാക്സ്. മീൻസ് അഡീഷണൽ എയറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് എയർ സാക്സുകൾ ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ഇവർക്ക് റെസ്പിറേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവര് ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും വെവ്വേറെയാണ്. ഇപ്പൊ ഒരു കോഴീനെ എടുക്കുകയാണെങ്കിൽ, കോഴി ഒരു ബേർഡ് അല്ലേ, കോഴിയിലാണ് പെടക്കോഴിയും പൂവൻകോഴിയും ഇല്ലേ. സോ ദേ ആർ ഡൈഷ്യസ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് സ്പേമും എഗ്ഗും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓവി പാരസ് ആണ്, മുട്ടയിടുന്ന ജീവികളാണ്. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഒരു കോഴിക്കുട്ടിനെ കണ്ടാലും അത് അതേ രൂപത്തിലുള്ള രൂപം തന്നെയല്ലേ വലുതാകുമ്പോ കോഴിയായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ ഇത് ഏത് പക്ഷിയ മക്കളെ? ഈ പക്ഷിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈഗിൾ ആണോ ഇത്? ഈഗിളാണ്. ഈഗിൾ ആണോ നിയോഫ്രോൺ എന്ന് പറഞ്ഞാല്? പക്ഷെ ഇത് ഈഗിളല്ലേ? ഇത് ഈഗിളല്ല മോനെ, ഇത് കഴുകനാണ് കേട്ടാ. ഇത് ഈഗിളല്ല, ഇത് വെൽച്ചറാണ്. കഴുകൻ. ഈഗിള് വേറെയാ. ഈഗിളെ കാണിച്ചേട്ടോ. അത് ഈഗിളാണ്. അത് ബോൾഡ് ഈഗിളല്ലേ? ഇത് ഈഗിളല്ല മോനെ, ഈഗിൾ വേറെയല്ലേ. ഈഗിളെ കണ്ടു, ഈഗിൾ ആൻഡ് വൾച്ചർ. ഇത് വൾച്ചറാണ്. നമ്മുടെ ആടുജീവിതല്ലേ, ആടുജീവിത സിനിമയിൽ വരുന്നൊരു പക്ഷിയില്ലേ, അതാണ് കഴുകൻ, വൾച്ചർ. ഓക്കെ, അത് കാണുന്നില്ല. ഈഗിൾ ആൻഡ് വൾച്ചർ. ഞാൻ ആ ഡിഫറൻസ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം ഫോട്ടോ. ഒന്ന് നോക്കിയിട്ട് കിട്ടണ. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു. അത് ഞാൻ അയച്ചു തരാം. മോനെ, ഇത് നിയോഫ്രോൺ എന്ന് പറഞ്ഞാൽ കഴുകനാണ്. കഴുകൻ. ഓക്കെ, കഴുകൻ, വൾച്ചർ. പിന്നെ നമ്മുടെ ഒട്ടകപക്ഷി അല്ലേ, ഒട്ടകപക്ഷി.
ഇതിനെ നമ്മൾ സ്റ്റുത്തിയോ എന്ന് പറയും, ഓസ്ട്രിച്ച്. പിന്നെ പാരറ്റ്, പിജിയൻ എന്ന് പറഞ്ഞാൽ അറിയണല്ലേ, പ്രാവ്. ക്രോ എന്ന് പറഞ്ഞാൽ കാക്ക. പീകോക്ക് മയിൽ. പെൻഗ്വിൻ അറിയാം അല്ലെ. അപ്പൊ കുറച്ച് ബേർഡ്സിന്റെ പേര് പഠിച്ചാൽ മതി. ഇനിയിപ്പോ നീറ്റിന് പഠിക്കുമ്പോൾ മോസ്റ്റ് ശ്രദ്ധിക്കുക, കോർവസ് ആണ് ക്രോ, കൊളംബ പിജിയൻ, സിറ്റാക്കുല പാരറ്റ്, സ്റ്റുത്തിയോ